ഹബീബ്സ് വെൽക്കം ബാക്ക്. ഇൻ പോഷന്റെ 14ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് വേഗാസ് പോഷനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാന്ന് പോഷെ. അപ്പൊ വേഗാസ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തോ നടക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? മെയിൻ ഫാമിലി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും അതിന്റെ ലീഡർ ആയിട്ടുള്ള കിന്ന്. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോഷ ചോദിക്കുമ്പം ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, അത് അച്ഛന്റെ തീരുമാനമാണ്. പക്ഷെ എന്തൊക്കെയായാലും പീറ്റിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് വേഗാസ് അവിടുന്ന് പോകുന്നുണ്ട്. പോഷ നേരെ അകത്തേക്ക് പോവാണ്. അവന്റെ സ്വന്തം വീടാണത്. അകത്തേക്ക് കയറുന്ന സമയത്ത് അവന് വല്ലാത്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അവൻ നോക്കുമ്പം പണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചിരുന്ന ആ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ആ വീടുണ്ടായിരുന്നത്, അത് അതേപോലെ ഉണ്ട്. പോഷന്റെ അമ്മ കുട്ടി പോർച്ചനെയും പിടിച്ച് കുട്ടി പോഷയ്ക്ക് ഡ്രോയിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ചെറുപ്പത്തിലെ വരയ്ക്കുമായിരുന്നു. പക്ഷികള് സ്വതന്ത്രമായിട്ട് പറക്കുന്നവയാണ്, പ്രത്യേകിച്ച് ഫീനിക്സ് എത്രത്തോളം അടിവിട്ടാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നവയാണ്. ഒരു ഫീനിക്സിനെ പോലെ നീ സ്ട്രോങ് ആയിരിക്കണമെന്നും അനിയനെയും നിന്നെയും നീ തന്നെ നോക്കണമെന്നും അമ്മ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതും കണ്ട് നേരെ അകത്തേക്ക് വന്നു. പണ്ടത്തെ എല്ലാ കാര്യങ്ങളും അതേപോലെ ഉണ്ട്. അതൊക്കെ നോക്കി ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പോഷ നിൽക്കുന്നത്. പെട്ടെന്ന് കുട്ടി പോഷ ഒരു കബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. പോഷയും പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് അവനും അതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ആ സമയത്ത് അവന് പണ്ട് നടന്നത് ഓർക്കുന്നുണ്ട്. കിന്നിന്റെ അച്ഛനാണോ വേഗാസിന്റെ അച്ഛനാണോ എന്നറിയത്തില്ല, പക്ഷെ അവരിൽ ഒരാള് പോഷന്റെ അച്ഛനെ കൊല്ലുന്നതായിട്ടാണ്, അതായത് വെടിവെച്ച് കൊല്ലുന്നതായിട്ടാണ് അവൻ കാണുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നത് പോഷയ്ക്ക് ഓർമ്മ വരുന്നതായിട്ടാണ്. ഇതൊക്കെ പോഷ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോഷ ഇപ്പൊ ഉള്ളത് കിന്നിന്റെ അച്ഛൻ്റെ അടുത്താണ്. തലയിൽ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു സീനാണ് കാണുന്നത്. പെട്ടെന്ന് അവന് ഭയങ്കരമായിട്ട് തലവേന വന്ന് ഈ ഒരു കാര്യമൊക്കെ വിഷ്വലായിട്ട് കാണുന്ന അവന് അത് സത്യമല്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ നീ ഓക്കെ ആണോ എന്ന് ഭയങ്കര കൺസേൺഡ് ആയിട്ട് കിന്നിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിന്ന് വരുന്നത്. അവരോട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത്, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ച് ഇവൻ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് പോഷ പറയുന്ന വെച്ചിട്ട് പോഷന്റെ അച്ഛനും അമ്മേനെയും കൊന്നത് കിന്നിന്റെ അച്ഛനാണെന്നാണ് കിന്നിനും മനസ്സിലാവുന്നത്. ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, മൊത്തത്തില് സത്യമല്ലെന്ന് കിന്നിന്റെ അച്ഛൻ പറയാണ്. പോഷന്റെ അമ്മ ഇവരുടെ വളർത്ത് അനിയത്തിയാണെന്ന്. സ്വന്തം അനിയത്തിയല്ല, പക്ഷെ അനിയത്തിനെ കണക്കാണ് വളർത്തിയത്. പോഷന്റെ അമ്മ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ട് പോവാണ് ചെയ്തത്. അമ്മേനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ മാത്രമാണ്. പക്ഷേ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നത് ഞാനല്ല, അത് ആ വൃത്തിയേട്ടവനാണെന്നാണ് കിന്നിന്റെ അച്ഛൻ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പോഷന്റെ അമ്മേനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിന്നിന്റെ മുത്തശ്ശൻ കിന്നിന്റെ അച്ഛനെ നിർബന്ധിച്ച്, കിന്നിന്റെ അച്ഛനെയും അതേപോലെ വേഗാസിന്റെ അച്ഛനെയും നിർബന്ധിച്ച് പോഷന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോൾ തന്നെ പോഷന്റെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ക്രീപ്പി ആയിട്ടുള്ള ഫാമിലിയിലേക്ക് ഉറപ്പായിട്ട് എൻ്റെ വൈഫിനെ ഞാൻ വിടത്തില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒരുപാട് പേര് ഞങ്ങളുടെ ഫാമിലിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് കിന്നിന്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും പോഷന്റെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് പോഷന്റെ അച്ഛനെ വെടിവെച്ചിടുവാണ് ചെയ്യുന്നത്. കയ്യില് തോക്കുള്ളത് വേഗാസിന്റെ അച്ഛനാണ്. സോ വേഗാസിന്റെ അച്ഛനായിരിക്കണമല്ലോ പോഷന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നത്. നീ എന്ത് പണിയാ കാണിച്ചത്, ഇത് വല്ലതും പോഷന്റെ അമ്മ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോഷന്റെ അമ്മ വരുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് അമ്മേന്റെയും ബോധം പോവാണ്. ഈ ഒരു സംഭവം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ പോഷന്റെ അടുത്ത് കിന്നിന്റെ അച്ഛൻ പറയാണ്, അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നിന്നെയും നിന്റെ അനിയനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്കിളിനെ അങ്ങോട്ടേക്ക് വിട്ടത്. അവൻ എൻ്റെ ആളാണ്, പക്ഷെ ഗാംബ്ലിങ് കളിച്ച് നിങ്ങളെ അവൻ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പോഷന്റെ അടുത്ത് സോറി ചോദിക്കുകയാണ്. അപ്പാടെ അച്ഛനാണെങ്കിൽ നെഞ്ചുവേന വരുന്നുണ്ട്. ആൾക്കാരെ വിളിച്ച് കിന്ന് അച്ഛനെ കൊണ്ട് അവിടുന്ന് പോവാണ്. പോഷയ്ക്കാണെങ്കിൽ ഒരു പിടുത്തവും ഇല്ല, എന്താ ചെയ്യേണ്ടത്, എന്താ ഇവിടെ നടക്കണ്ടേന്ന്, എന്താ വിശ്വസിക്കേണ്ടേന്നടക്കം ഒരു പിടുത്തവും ഇല്ലാണ്ട് ആകെപ്പാടൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നത്തെ സീനിൽ നോക്കുമ്പം അവിടെ കിന്നിന്റെ അച്ഛനെ ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കാണ്. പുറത്ത് കിന്നും തൻകുനും കിമ്മും ഇരിപ്പുണ്ട്. എല്ലാവരും ഭയങ്കര വറീഡായിട്ടാണ് ഇരിക്കുന്നത്. നിനക്ക് ചിന്തിക്കാനുള്ള ടൈമില്ല, മൈനർ ഫാമിലി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കാന്ന് നിനക്ക് എന്നെ അറിയാലോ എന്ന് കിമ്മ്. അപ്പാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത്. ഐ എം സോറി, ഞാൻ എൻ്റെ ബെസ്റ്റ് തന്നെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞ് പോവാണ്. എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. തൻകുനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങാണ്. കിന്നും കിമ്മും കൂടെ തൻകുനെ കംഫോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കിന്നാണെങ്കിൽ അവിടുന്ന് എണീറ്റുവാണ്. ഇവിടെ വേഗാസിന്റെ അച്ഛൻ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മിസ്റ്റർ ഗൺ എന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് തിരക്കിട്ട് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അടുത്തേക്ക് വിളിച്ചിട്ട് ചള്ളക്ക് എന്നൊരെണ്ണം കൊടുത്ത് ഞാൻ റെസ്റ്റ് എടുക്കുമ്പം വെറുതെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേന്ന് അങ്ങേര്. വന്നാളും ആടി മേടിച്ച ബേക്കിലേക്ക് പോയിട്ട് പതിയെ വന്ന് മിസ്റ്റർ ഗൺ ഒരു കാര്യം പറയാനുണ്ട്. മിസ്റ്റർ കോൺ മരിച്ചു എന്ന് നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്, പോയിസൺ ചെയ്യപ്പെട്ടതാണ്, പക്ഷെ അതെങ്ങനെയാ നടന്നതെന്ന് അറിയത്തില്ലെന്ന് പറയുവാണ്. അങ്ങേരെ ഹാപ്പി ആയിട്ടൊന്ന് ചിരിച്ച് എല്ലാവരുടെ അടുത്തും റെഡി ആവാൻ പറ, നമ്മൾ അവരെ താഴെ ഇറക്കാൻ പോവാണെന്ന് പറഞ്ഞ് വില്ലത്തരത്തില് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
കിന്നു ഒരു തോക്കും എടുത്ത് റെഡി ആയിട്ട് ആകപ്പാടെ സാഡായിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഹെഡ് ബോഡി ഗാർഡ് വരുന്നുണ്ട്. കിന്നിന്റെ അച്ഛനെ പോയിസൺ ചെയ്യപ്പെട്ടതാണ്, ആരാ ചെയ്തതെന്ന് അറിയത്തില്ല. പോരാത്തേന് നമ്മുടെ ബ്രാഞ്ചിന്റെ ഹെഡ് മാനർ ഫാമിലി ആയിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നേന്ന് ചോദിക്കുകയാണ്. ഇവിടെ കിന്നിങ്ങനെ ഇരിക്കുമ്പം അവിടെ പോഷയാണെങ്കിൽ ആകപ്പാടെ തലവേദന എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് വേഗാസ് വിളിച്ചിട്ട് നീ എന്താ ചൂസ് ചെയ്യാൻ പോകുന്നത്, എന്തായാലും കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് കോൾ കെട്ടിയാണ്. അവിടെ പോഷ ആകപ്പെടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പം ഇവിടെ വേഗാസിന്റെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര വില്ലത്തരത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിന്നാണെങ്കിൽ തോക്കും പിടിച്ച് ആകപ്പെടെ ടെൻഷനിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനില് കിന്നിന്റെ പാർട്ട്നേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാനുണ്ട്, ഒരു കോൺട്രാക്ട്. ഇപ്പൊ കിന്നിന്റെ അച്ഛൻ മരിച്ചേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂണറലൊക്കെ കഴിയുന്നവരെയും കിന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കി റെസ്റ്റ് എടുക്കുക. ആ ഒരു ടൈമില് വേഗാസിന്റെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തട്ടെ. കിന്നിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളെക്കാട്ടും ഗണ്ണിനെ പോലെ, അതായത് വേഗാസിന്റെ അച്ഛനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. റഷ്യൻസിനെ ഡീൽ ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിക്കാണ് അവിടെയുള്ളവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നല്ല, മെയിൻ ഫാമിലിന്റെ പവർ എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഒരു റിംഗ് ആണ്. ആ ഒരു റിംഗ് ആരുടെ അടുത്താണ് ഉള്ളത്, അവരാണ് ഈ ഒരു ഇൻഡസ്ട്രി മൊത്തം ഭരിക്കുന്നത്. അപ്പൊ ആ ഒരു റിംഗ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കിന്നിന്റെ അടുത്താണ്. ആ ഒരു റിംഗ് മാനർ ഫാമിലിന്റെ ഹെഡ് ആയിട്ടുള്ള വേഗാസിന്റെ അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ടെമ്പററി ആയിട്ട് കൊടുത്താൽ മതി, കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അത് പിന്നെയും നമുക്ക് മേടിക്കാലോ എന്നൊക്കെ പറഞ്ഞാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ ഉദ്ദേശം മെയിൻ ഫാമിലിനെ വീക്കായിട്ട് മാനർ ഫാമിലിനെ പവർഫുൾ ആക്കാനാണ്. ഈ ഒരു കാര്യം നമ്മുടെ കിന്നിന് മനസ്സിലാവുന്നുണ്ട്. അവരിങ്ങനെ ചലചലാന്ന് ചലച്ചുകൊണ്ടിരിക്കുവാണ്. ഏകദേശം എല്ലാവരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതും. എന്നാലും ആ റിംഗ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് അതിലൊരാള് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് ദേഷ്യത്തില് നമ്മുടെ കിന്ന അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ അഭിപ്രായം എന്താണെന്ന് അവര് ചോദിക്കുമ്പോഴേക്കും നേരെ തിരിഞ്ഞിട്ട് രണ്ടുപേരെ അങ്ങ് വെടിവെച്ചിടുവാണ്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ചോദിക്കുന്നു ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻ തരാനുണ്ടോ എന്ന്. അവരാണെങ്കിൽ ഒന്നാമത് അവിടെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ മാനർ ഫാമിലിന്റെ ആൾക്കാരൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. വേഗാസിന്റെ അച്ഛനും വേഗാസും കൂടെ മെയിൻ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്ന ബോഡി ഗാർഡ്, നമ്മുടെ ഹെഡ് ബോഡി ഗാർഡ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പം എന്തിനാ വന്നേന്നോ, എന്റെ ചേട്ടനാണ് മരിച്ചത്, റെസ്പെക്ട് കൊടുക്കണ്ടേന്ന് വേഗാസിന്റെ അച്ഛൻ. പക്ഷെ നിങ്ങളിവിടെ അലോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു പോണെന്ന് ഹെഡ് ബോഡി ഗാർഡ്. സ്ഥലം അറിഞ്ഞ് നിന്നേക്കണമെന്ന് പറഞ്ഞ് വേഗാസ് പേടിപ്പിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മര്യാദയ്ക്ക് നിങ്ങൾ പറഞ്ഞ് പോകുന്നതാണ് നല്ലതെന്ന് ഹെഡ് ബോഡി ഗാർഡ്. വേഗാസിന്റെ അച്ഛൻ തോക്കെടുത്ത് ചൂണ്ടുന്നു. അതുപോലെ തന്നെ ശരി ഓക്കെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഹെഡ് ബോഡി ഗാർഡും തോക്കെടുത്ത് ചൂണ്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. പിന്നെ വെടിവെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ള വെടിവെപ്പ്. കുറെ നേരമായിട്ട് ഈ ഷൂട്ടിങ് നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഇതിന്റെ ഇടയ്ക്ക് വേഗാസിന്റെ അടുത്ത് ഒരു തോക്ക് കൊടുത്ത് ഇനി നിന്റെ ടൈമാണെന്ന് പറഞ്ഞ് വേഗാസിന്റെ അച്ഛൻ അവനെ പറഞ്ഞു വിടുന്നുണ്ട്. വേഗാസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് എല്ലാരെയും വെടിവെച്ച് തള്ളി ഭയങ്കര മാസമായിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗാസിന്റെ അച്ഛൻ നമ്മുടെ ഹെഡ് ബോഡി ഗാർഡിനെ ഒരുപാട് വെടിവെച്ചിട്ട് അകത്തേക്ക് പോവാണ്. ഹെഡ് ബോഡി ഗാർഡ് ആണെങ്കിൽ അത്രയും വയ്യാത്തൊരവസ്ഥയെ പോലും കിന്നിനെ വിളിച്ച് മൈനർ ഫാമിലി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തതിന് സോറിയും ചോദിച്ച് ഒരു സിഗരറ്റ് വലിച്ചാടിരിക്കുകയാണ്. ഇവിടെ വേഗാസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് മാസമായിട്ട് പോയിട്ട് ഈ സ്മോക്ക് ബോംബൊക്കെ ഇട്ട് അവിടെയുള്ള എല്ലാ ബോഡി ഗാർഡ്സിനെയും വെടിവെച്ചിരുന്നുണ്ട്. വേഗാസ് മാത്രമല്ലോ കൂടെ ആൾക്കാരും ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങോട്ടേക്ക് മാസമായിട്ട് കിന്നും നമ്മുടെ പോൾ അടക്കമുള്ള പീറ്റ് അടക്കമുള്ള നമ്മുടെ ബോഡി ഗാർഡ് മെയിൻ ബോഡി ഗാർഡ് ടീമും വരുന്നുണ്ട്. ഫുള്ള് വെടിവെപ്പ്. ഇതിന്റെ ഇടയ്ക്ക് പോളിന് വെടി കൊള്ളുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. കിന്നൊറ്റയ്ക്ക് നിൽക്കുന്നിടത്തേക്ക് വേഗാസ് വരുന്നുണ്ട്. വേഗാസും വേറൊരാളും കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് ഏകദേശം നമ്മുടെ കിന്ന് വീക്കുവാണ്. അവ മാത്രമേ എവിടെയുള്ളൂ. ഇവരടുത്തേക്ക് വരുന്ന സമയത്ത് വേറെ ആരോ ഇവരെ വെടിവെക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ പോഷയാണ്. പോഷനെ കണ്ടിട്ട് കിന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ പോഷയെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിന്നും പോഷന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ വെടിവെച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഞാനല്ല നിന്റെ അച്ഛനെ പോയിസൺ ചെയ്തത് എന്ന് പോഷയെ പറയുന്നുണ്ട്. അതെനിക്കറിയാന്ന് കിന്ന്. പിന്നെ ആരാണെന്നാ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അങ്കിളാണെന്ന് പറയാണ്. അതായത് വേഗാസിന്റെ അച്ഛനാണെന്ന്. വേഗാസിന്റെ അച്ഛനാണ് പോഷന്റെ പാരന്റ്സിനെ കൊന്നേന്നാണല്ലോ കിന്നിന്റെ അച്ഛൻ പറഞ്ഞത്. അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അഥവാ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ മെയിൻ ഫാമിലിന്റെ സൈഡാണ്, അങ്ങനെ അല്ലെങ്കിൽ മൈനർ ഫാമിലിന്റെ സൈഡാണെന്ന് പറഞ്ഞ് കിന്ന പോഷന്റെ നേർക്ക് തോക്ക് ചൂണ്ടുവാണ്. തിരിച്ച് പോഷയും തോക്ക് ചൂണ്ടിയിട്ട് ഞാൻ മെയിൻ ഫാമിലിന്റെ കൂടെയല്ല മൈനർ ഫാമിലിന്റെയും കൂടെയല്ല നിന്റെ കൂടെയാണെന്ന് പറയുവാണ്. അങ്ങനെ ആ ഒരു ഐക്കോണിക് ഡയലോഗ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് മാറി മാറി നിന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് സീനാണ്. ഭയങ്കര മാസമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വെടിവെപ്പ്. ഒരു തൂണിന്റെ മറവിലേക്ക് എന്നിട്ട് കിന്നിന്റെ അടുത്ത് തോക്കില്ലല്ലോ, എന്റെ പോക്കിലുണ്ട് എടുത്തോളാൻ പറയുന്ന സമയത്ത് കിന്നാണെങ്കിൽ തപ്പി കളിച്ചോണ്ടിരിക്കാണ്. അവിടെയെല്ലാം മേലെ എന്ന് പറഞ്ഞ് പോഷ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് പുറത്തേക്ക് ഓടുന്ന സമയത്ത് കുറെ പേര് പുറകെ വരുന്നുണ്ട്. അവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അടി നടക്കുന്നു.
അടിയിടി വെടി എന്ന് തുടങ്ങി എല്ലാം ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ഫൈറ്റിങ്. എല്ലാത്തിനും ഒരുവിധം സമാളിച്ചു വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വേഗാസ് വന്നിട്ട് പോഷയ്ക്കിട്ട് നല്ല ചവിട്ട് കൊടുക്കുന്നത്. അവനെ ചവിട്ടി താഴെ കാലിനടിയിലാക്കി കടത്തിയേക്കുവാണ്. കിന്നിന് നേരെ തോക്ക് ചൂണ്ടിയേക്കുന്നു. അവിടെയാണെങ്കിൽ വേഗാസിന്റെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ കിന്നും പോഷയും മാത്രമാണ് കിന്നിന്റെ സൈഡിലുള്ളത്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ ഒരു മൊമെന്റ് സ്വപ്നം കാണുന്നതാണ്. പക്ഷേ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. തലയിൽ വെടിവെക്കണോ അതോ ചെസ്റ്റ് വേണോ അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് ആയാലോ എന്നും പറഞ്ഞ് പോഷയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുവാണ്. അവന്റെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ പോലും കിന്നിന് പ്രശ്നമില്ല. പക്ഷെ പോഷന്റെ നേരെ തോക്ക് ചൂണ്ടിയതും ആകെപ്പടെ പേടിയാവുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു റോബോട്ട് കാർ വരുന്നത്. എല്ലാരും അത് നോക്കിയിരിക്കുന്ന സമയത്ത് കിൻ പോഷയെ പെട്ടെന്ന് പറഞ്ഞ് പൊക്കോളാൻ പറയുവാണ്. കിന്നും പോഷയും അവരടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആ ബോംബ് പൊട്ടുവാണ്. നമ്മുടെ തൻകുന്റെയും കണ്ണാടിന്റെയും പണിയാണത്. പക്ഷെ എന്നിട്ടും അതിന്നും വേഗാസ് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെയും ഇവരെന്തൊക്കെയൊക്കെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. CCTVയിലൂടെ നോക്കിയിട്ട് വേഗാസിന്റെ ആൾക്കാർ വരുന്ന ഓരോ സ്ഥലത്തും ഇങ്ങനെ ബോംബ് നമ്മുടെ ആൾക്കാർ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. നമ്മുടെ ആമിനുവിന്റെ ഇങ്ങനെ ടെക്നോളജി പരമായിട്ട് കുറെ കഴിവുകളുണ്ടല്ലോ. പോഷയും കിന്നും കൂടെ ഒരു സ്ഥലത്ത് ഓടി ഒളിക്കുന്നുണ്ട്. കുറെ പേരാണെങ്കിൽ പുറകെ വന്ന് നിന്നോണ്ടിരിക്കുവാണ്. ഇവർക്ക് രക്ഷപ്പെടാനാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. അവരാണെങ്കിൽ ധൈര്യം ഉണ്ട് പുറത്തോടാന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചോണ്ടിരിക്കാണ്. കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുവാണ്. ഇവരടുത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന നമ്മുടെ ആമും തൻകുനും കൂടെ വേറെ 2 ബോംബ് വിടുന്നുണ്ട്. അത് പൊട്ടി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, ഈ ഇങ്ങനത്തെ തോക്കിന്റെ കരം നോക്കിക്കൊണ്ടിരുന്ന ആ ലേഡി വന്നിട്ട് വേറൊരു ബോംബ് എറിയുവാണ്. എന്നിട്ട് ചറ പറയത് എല്ലാത്തിനെയും വെടിവെച്ചിടുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അപ്പുറത്ത് നമ്മളെ പോർച്ചേനെയാണ് കാണുന്നത്. ആള് യോക്കിന്റെ ബാറിലാണുള്ളത്. യോക്ക് പുറത്തു പോയേക്കുവാണ്. ഞാനിപ്പോ വരാന്ന് പറഞ്ഞാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാന്നും പറഞ്ഞ് പോർച്ചാണെങ്കിൽ ഗെയിം കളിക്കാൻ തുടങ്ങാണ്. ഈ ഫ്രീ ഫയർ പബ്ജി പോലെയുള്ള എന്തോ ഒരു ഗെയിമാണ്. മൊത്തത്തിലെ വെടിവെപ്പാണ് അതിലുള്ളത്. ഇവനിങ്ങനെ ഹെഡ്സെറ്റും വെച്ച് ഇത് കേട്ടോണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് ബാറിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നത്. അവിടെയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ കിം ഉണ്ട്. ബാറ് ക്ലോസ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടൂടെ? പിന്നെ ഇതിനെ ഇങ്ങോട്ട് വന്നത് ഗസ് ചെയ്യട്ടെ. നിങ്ങളെ ഈ ഒരു മണ്ടൻ പ്ലാനിന് വേണ്ടിയിട്ട് ആരെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടേ എന്നുള്ള കാര്യമൊക്കെ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കിം. അവരാണെങ്കിൽ കിമ്മിനെ അടിക്കാൻ തുടങ്ങുന്നു. കിം ആണെങ്കിലോ ഒറ്റയ്ക്ക് നിന്ന് എല്ലാത്തിനും അടിച്ചിടുവാണ്. സിംഗിളാ നിന്നാലും ആള് സിംഗം താണ്ടാന്നുള്ള ഒരു ലെവലിലാണ് ആള് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിലാണെങ്കിൽ ഒരു തോക്ക് പോലും ഇല്ല. എന്നിട്ട് മാസമായിട്ട് എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാത്തിനെയും ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരാള് പോർച്ചേന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്നത്. അപ്പാടെ അയാളെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. പിന്നെ വെടിവെപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്. അവിടെ നടക്കുന്ന വെടിവെപ്പ് ഗെയിമിന്റെ ഉള്ളിൽ നടക്കുന്ന വെടിവെപ്പ്. അതുകൊണ്ടാണോ എന്തോ പോഷ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ മൊത്തത്തിലുള്ള വെടിവെച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് കിം അവിടുന്ന് പുറത്തേക്ക് വന്നു. ഇവിടെ കിന്നിന്റെയും പോഷേന്റെ അടുത്ത് വന്നിട്ട് ആ ലേഡി ഒരു തോക്കും കൊടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് ലേഡീനെ ആരോ വെടിവെച്ചിടുവാണ്. നോക്കുമ്പോൾ അത് വേഗാസിന്റെ അച്ഛനാണ്. അങ്കിൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. മെയിൻ ഫാമിലി ആണെങ്കിലും മൈനർ ഫാമിലി ആണെങ്കിലും ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് എടുക്കുന്നത് എന്ന് കിന്നു പറയുമ്പം അതിന് പ്രോഫിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ അച്ഛനല്ല, അങ്ങേർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് വേണ്ടത്. ഈവൽനെസ്സോടെ ചിന്തിക്കുന്നതും അങ്ങേര് തന്നെയാണ്. പക്ഷെ നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഒന്നും പറ്റത്തില്ല, ഞാൻ സേഫായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോഷനെ വിളിക്കുകയാണ്. പോഷാണെങ്കിൽ കിന്നെ കുറച്ചും കൂടെ അടുപ്പിച്ച് ചേർത്തുന്നു. ആ കോണ് നിനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, ഉറപ്പാണ് അതിൽ ഞാനായിരിക്കും വില്ലൻ. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് വേറൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. കിന്നിന്റെ അച്ഛനും വേഗാസിന്റെ അച്ഛനും കൂടെ പോഷന്റെ അച്ഛനെ കാണാൻ വന്ന ആ ദിവസം കിന്നിന്റെ അച്ഛൻ പറഞ്ഞപ്പം കിന്നിന്റെ അച്ഛൻ അവിടെ കസാരയിലിരിക്കും, വേഗാസിന്റെ അച്ഛൻ അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പം വേഗാസിന്റെ അച്ഛൻ പറയുമ്പം കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. പോഷന്റെ അച്ഛനെ കൊന്നതടക്കം കിന്നിന്റെ അച്ഛനാണെന്നാണ് പറയുന്നത്. ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വെടിവെച്ചിട്ടതിന് ശേഷം നീ എന്ത് പണിയാ കാണിച്ചത്, ഇനിയിപ്പോൾ നമ്മള് പോഷന്റെ അമ്മേന്റെ അടുത്ത് എന്ത് പറയുന്നു പറഞ്ഞ് വേഗാസിന്റെ അച്ഛൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോഷന്റെ അമ്മയും വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഈ ഒരു സീൻ കണ്ടിട്ട് ബോധം കെട്ട് വീഴുവാണ്. കിന്നിന്റെ അച്ഛൻ വേഗാസിന്റെ അച്ഛനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ ബോഡി ഗാർഡ്സും കൊണ്ടുപോകുന്നുണ്ട്. പിടിച്ചു വലിച്ചുകൊണ്ടാണ് വേഗാസിന്റെ അച്ഛനെ കൊണ്ടുപോകുന്നത്. പുറത്തെത്തിയിട്ട് അവരുടെ അടുത്ത് അടി ഉണ്ടാക്കി തിരിച്ചകത്തേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും വെടിവെക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. പുറത്തേക്ക് കിന്നിന്റെ അച്ഛൻ പറയുന്നുണ്ട്. ഇങ്ങനെ വേഗാസിന്റെ അച്ഛൻ പറയുന്നത് വെച്ച് നോക്കുമ്പം കിന്നിന്റെ അച്ഛനാണ് പോഷന്റെ അച്ഛനും അമ്മേനെയും കൊന്നത്. ഇങ്ങനെ പറഞ്ഞപ്പം കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആരെ വിശ്വസിക്കണം എന്നറിയാത്ത കൺഫ്യൂഷനിലാണ് നമ്മളും. അതേപോലെ തന്നെയാണ് പോഷയും കിന്നും. ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരെയും ആ കോണെ കൊല്ലുവാണ് ചെയ്തത്. പ്രത്യേകിച്ച് പോഷന്റെ അമ്മേനെ, അവളായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വേഗാസിന്റെ അച്ഛൻ പറയാണ്. ഇവരിങ്ങനെ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ കണ്ണാടിയും തൻകുനും ആണെങ്കിൽ പുതിയ ബോംബ് പൊട്ടിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ അടുത്തെത്തുമ്പോഴേക്കും തന്നെ അതങ്ങ് പൊട്ടിച്ചുവാണ്. തൻകുൻ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ പിന്നെ വെടിവെപ്പായി. വേഗാസിന്റെ അച്ഛൻ അവിടുന്ന് പോവാണ്. കിന്നും പോഷയും പുറകെയും. ഇവിടെ ഇപ്പുറത്ത് വേഗാസ് പോകുന്ന സമയത്ത് പീറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തോക്കം പിടിച്ച് നിൽക്കാണ്.
വേഗാസും തിരിച്ച് തോക്ക് ചൂണ്ടുന്നുണ്ട്. വേഗാസിനെ കൊണ്ട് പീറ്റിനെ വെടിവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗണ്ണ് മാറ്റുന്നുണ്ട്. ഈ സമയത്താണ് കിന്നിന്റെ വേറെ 2 ബോഡി ഗാർഡ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ മുന്നിൽ നിന്ന് വേഗാസിനെ അങ്ങനെ വെറുതെ വിടാൻ പീറ്റിന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം വേഗാസിനെ വെടിവെക്കുന്നുണ്ട്. അതും കയ്യിലാണ് വെടിവെക്കുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ കിന്നിന്റെ അടുത്ത് പോവാൻ, ഇത് ഞാൻ നോക്കിക്കോളാന്ന്. വേഗാസിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ 2-3 അടിച്ചള്ളക്ക് തന്നെ നന്നായിട്ട് പഞ്ച് ചെയ്യുന്നുണ്ട്. 4ാമത്തെ പ്രാവശ്യം അടിക്കാൻ വരുന്ന സമയത്ത് വേഗാസ് അവനെ പിടിച്ച് തിരിച്ചെടുത്തുന്നുണ്ട്. എന്നിട്ട് അടിക്കുന്നൊന്നുമില്ല. പക്ഷെ പീറ്റ് പിന്നെയും വേഗാസിനെ പിടിച്ച് കിടത്തിയിട്ട് നന്നായിട്ടിട്ട് അടിക്കുന്നുണ്ട്. നീ ഞാൻ മരിക്കുവാണെങ്കിൽ അത് നിന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വേഗാസ്. എന്തുവാ നീ പറയുന്നതെന്നും പറഞ്ഞ് പീറ്റാണെങ്കിൽ ഒച്ചയെടുക്കുന്നുണ്ട്. പീറ്റിന്റെ ഫേസിലേക്ക് പിടിച്ച് ഐ ലവ് യു എന്നും പറഞ്ഞ് വേഗാസ് അവനെ കിസ് ചെയ്യാണ്. എന്നിട്ട് പിടിച്ച് തള്ളി മാറ്റിയിട്ട് ഓടുന്നു. പുറകെ തന്നെ പീറ്റും പോകുന്നുണ്ട്. വേഗാസിന്റെ അച്ഛനെ ഫോളോ ചെയ്ത് പോഷയും കിന്നും പുറകെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓടി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ കിന്നിന്റെ അച്ഛനാണെങ്കിൽ ഒരു ഡോറ് തുറക്കുവാണ്. അങ്ങനെ ഡോറ് തുറന്ന് കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേഗാസിന്റെ അച്ഛൻ വരുന്നത്. അങ്ങനെ വേഗാസിന്റെ അച്ഛനും അങ്ങോട്ടേക്ക് പോകുന്നു. കിന്നിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പോയി നോക്കുമ്പോ അങ്ങേർക്ക് ഷോക്ക്, അവിടെ പോഷന്റെ അമ്മ ഇരിക്കുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോഷയും കിന്നും വരുന്നുണ്ട്. അവർക്കാണെങ്കിലും അകപ്പെട്ട ഷോക്ക്. പോഷന്റെ കയ്യിലാണെങ്കിലും വേഗാസിന്റെ അച്ഛന്റെ കയ്യിലാണെങ്കിലും ഗണ്ണുണ്ട്. അമ്മയാണെങ്കിൽ അത് കണ്ട് പേടിച്ച് കോണിന്റെ, അതായത് കിന്നിന്റെ അച്ഛന്റെ പുറകിലേക്ക് പോയി നിൽക്കുവാണ്. പോഷന്റെ അമ്മ ജീവനോടെ ഉണ്ട്. അപ്പൊ ഇത്രയും കാലം തന്നെയും പറ്റിക്കുമായിരുന്നല്ലേ എന്നുള്ള രീതിക്കാണ് വേഗാസിന്റെ അച്ഛൻ പറയുന്നത്. ഇത്രയും കാലം പോഷന്റെ അമ്മ ജീവനോട് ഉണ്ട് എന്നുള്ള കാര്യം ആരെയും അറിയിക്കാതിരുന്നിട്ട്, അതിനെല്ലാം കാരണം നീയാണ്. നീ കാരണം മാത്രമാണ് ഇവളെ ഒളിപ്പിച്ചു വെക്കേണ്ട വന്നത്. നമ്മൾ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ അവളെ മൊളസ്റ്റ് ചെയ്തു. അവൾ അതിനുശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആ ഒരു ടൈമില് ഞാൻ അവളെ രക്ഷിച്ചതാണ്. അവള് സേഫ് ആയിട്ടിരിക്കാൻ അവള് ജീവനോട് ഉണ്ട് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ പറയാത്തത് എന്നാണ് കിന്നിന്റെ അച്ഛൻ പറയുന്നത്. പോഷന്റെ അമ്മേന്റെ അടുത്ത് വേഗാസിന്റെ അച്ഛൻ പറയാണ്, ഞാൻ നിന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. നീ എന്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാന്ന്. ഇങ്ങനെയൊക്കെ നടന്നതിന് കാരണം നീയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേഗാസിന്റെ അച്ഛനും കിന്നിന്റെ അച്ഛനും കൂടെ. ബാക്കി കേട്ടിരിക്കുന്ന നമ്മുടെ പോഷയ്ക്കാണെങ്കിലും കിന്നിനാണെങ്കിലും ആകെപ്പെടെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓൾസോ നമുക്കും. ഇവരിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാവാതിരിക്കുമ്പോഴാണ് വേഗാസിന്റെ അച്ഛൻ തന്നെ സത്യം ഇതാണെന്ന് പറഞ്ഞ് എന്തോ പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും കിന്നിന്റെ അച്ഛനാണെങ്കിൽ അങ്ങേരെ വെടിവെച്ച് കൊല്ലും കൂടെ ചെയ്യാണ്. വേഗാസിനെയും മക്കോനെയും ഞാൻ നോക്കിക്കോളാന്ന് കിന്നിന്റെ അച്ഛൻ. അവിടെ പോഷന്റെ അമ്മയാണെങ്കിൽ ഈ ഒരു സീൻ കണ്ടിച്ച് ബോധം കെട്ടി വീഴാണ്. പോഷ പോയി പിടിക്കുന്നു. കിന്നിന്റെ അച്ഛൻ പിടിക്കാൻ വരുന്ന സമയത്ത് തള്ളി മാറ്റിയിട്ട് തോക്ക് ചൂണ്ടുവാണ്. കള്ളം പറഞ്ഞതിന് ഞാൻ ഇതൊക്കെ ചെയ്തത് നിന്നെയും നിന്റെ അനിയനെയും നിന്റെ അമ്മേനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് കിന്നിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷെ പോഷയാണെങ്കിൽ കിന്നിന്റെ അച്ഛനെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. ഇപ്പൊ കിന്ന അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് പോഷ വേണ്ടെന്ന് പറയുവാണ്. ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാനാണ് അവന്റെ അടുത്ത് കള്ളം പറഞ്ഞത്. ഇത്രയും കാലം നീയും നിന്റെ അമ്മയും ഒന്നുകൂടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ പരസ്പരം കാണുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ നെഫ്യൂനും എൻ്റെ അനിയത്തിക്കും വേണ്ടിയാണെന്ന് കിന്നിന്റെ അച്ഛൻ. അങ്ങേര് അവിടെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങേര് ഇത്ര നല്ലവനായിരുന്നെങ്കിൽ എന്തിന് വേഗാസിന്റെ അച്ഛനെ കൊല്ലണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പോഷയാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് കിന്നാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്, എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവൂന്ന്. പോഷയ്ക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ തോക്ക് താഴേക്ക് വെക്കുന്നുണ്ട്. അവരങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വേഗാസ് വരുന്നത്. അവന്റെ അച്ഛൻ മരിച്ചു കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അച്ഛൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പീറ്റ് വരുന്നത്. വേഗാസ് കിന്നിന്റെ അച്ഛന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. തന്റെ ബോസ് അല്ലേ, അതുകൊണ്ട് തന്നെ പീറ്റ് വേഗാസിന്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് വേണ്ടെന്ന് പറയാണ്. വേഗാസ് അങ്ങനെ തോക്ക് ചൂണ്ടിക്കുവാണ്. അങ്ങോട്ടേക്ക് വേറെ ബോഡി ഗാർഡ്സ് വരുന്നുണ്ട്. വേഗാസിന്റെ നേരെ തോക്ക് ചൂണ്ടിക്കുവാണ്. വേണ്ട, പുറത്തു പോന്ന് കിന്നിന്റെ അച്ഛൻ. ഇനി മുതൽ നിന്നെയും നിന്റെ അനിയനെയും നോക്കുന്നത് ഞാനാണെന്ന് കിന്നിന്റെ അച്ഛൻ പറയാണ്. വേഗാസിനാണെങ്കിൽ വെടിവെക്കാനും പറ്റുന്നില്ല. ആ തോക്ക് താത്തിയിട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. പീറ്റർ കിന്നിന്റെ അച്ഛൻ്റെ അടുത്ത് വേഗാസിനെ വെറുതെ വിട്ടതിന് നന്ദി പറയുന്നുണ്ട്. അതേ കണക്ക് അവൻ എപ്പോഴും മെയിൻ ഫാമിലിൻ്റെ അടുത്ത് ലോയലായിരിക്കും, ഇഷ്ടമുണ്ടാവും. പക്ഷെ ഇനിയും എനിക്ക് എൻ്റെ ഫീലിങ്സിനെ ചതിക്കാൻ വയ്യെന്നും പറഞ്ഞ് റിസൈൻ ചെയ്യാണെന്ന് പറയുവാണ്. ശരി, ഓക്കെ എന്ന് കിന്നിന്റെ അച്ഛനും സമ്മതിക്കുന്നുണ്ട്. വേഗാസിനെ നന്നായിട്ട് നോക്കിക്കൊണ്ടെന്ന് പറയുവാണ്. ബാൽജും കോട്ട് ഊരി വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പീറ്റും അവിടെ നിന്ന് പോകുന്നത്. വേഗാസ് ആകെപ്പാടെ തകർന്നു പോയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവൻ സ്വയം മരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴാണ് പീറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. എനിക്കായിട്ട് ഇനി ഒന്നുമില്ല, എല്ലാം പോയി എന്ന് പറഞ്ഞ വേഗാസ്, ഞാനുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പീറ്റ്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നത്, നീ പോവാൻ നോക്കൂന്ന് പറഞ്ഞ വേഗാസ്. പീറ്റർ വേഗാസിനെ ബേക്കിന്ന് ഹഗ് ചെയ്യുന്നു. എന്തിനെങ്ങനെ, നിനക്ക് ആരുമില്ല, ഒന്നുമില്ലെന്നൊക്കെ പറയുന്നത്, ഞാനുണ്ട് എന്ന് പീറ്റ്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, പോവാൻ നോക്കുന്ന് പറഞ്ഞ വേഗാസ്. പീറ്റിനെ തള്ളി മാറ്റിയിട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത്, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, പിന്നെ ഞാൻ ആരാ,
ഞാൻ നിന്റെ പെറ്റാണെന്നല്ലേ പറഞ്ഞത്, നിനക്ക് എന്റെ കൂടെ ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞത്. എനിക്ക് വിശക്കുന്നു, നീ അല്ലാതെ നിന്റെ പെറ്റിനെ പിന്നെ ആരാ നോക്കുക? നിനക്ക് എൻ്റെ കൂടെ ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞത്. പ്ലീസ് വേഗാസ്, ഒന്ന് തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്ക് എന്ന് പീറ്റർ കരഞ്ഞോണ്ട് പറയുവാണ്. കുറച്ചേരം അങ്ങനെ നിന്നിട്ട് വേഗാസും തിരിയുന്നുണ്ട്, ഒരു ചെറിയ സ്മൈലോടുകൂടെ. പീറ്റർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. പക്ഷെ വേഗാസിനെ ആരോ വെടിവെക്കുവാണ്. അതും ചറ പറയുന്നു. അത് പീറ്റിനെ കൊണ്ട് സഹിക്കാനേ പറ്റുന്നില്ല. ദേഷ്യത്തില് അയാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ബോധമില്ലാതെ കിടക്കുന്ന വേഗാസിന്റെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ വേഗാസ് എണീക്കുന്നില്ല. പീറ്റർ വല്ലാതെ കരയുന്നുണ്ട്. ഇവിടെ അകത്ത് പോഷന്റെ അടുത്തും കിന്നിന്റെ അടുത്തും കിന്നിന്റെ അച്ഛൻ പറയാണ്, വേഗാസിന്റെ അച്ഛൻ പോഷന്റെ അമ്മേനെ മൊളസ്റ്റ് ചെയ്തതിന് ശേഷം അമ്മ മരിക്കാൻ വേണ്ടിയിട്ട് പിൽസ് എടുത്തിരുന്നു. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയതിന് ശേഷമാണ് അമ്മേനെ രക്ഷിച്ചത്. പക്ഷെ ബ്രെയിനിലെ കുറച്ച് ഭാഗം ഡിസേബിൾ ആയി. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി. വേഗാസിന്റെ അച്ഛനെ കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ആരെയും അറിയിക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് കിന്നിന്റെ അച്ഛൻ പറയുന്നത്. ശരിയാണ്, വേഗാസിന്റെ അച്ഛനെ കുറച്ച് വില്ലത്തരമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അങ്ങേരെ തന്നെ ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ എന്തിന് കിന്നിന്റെ അച്ഛൻ അങ്ങനെ വെടിവെച്ച് കൊല്ലണം? അതും സത്യം എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കുമാണ് വെടിവെച്ച് കൊന്നത്. അതെന്തിനായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായാലും ഇതില് പറയുന്നില്ലത്. പിന്നെ കിന്നിന്റെ അച്ഛൻ പറയുന്നത്, മെയിൻ ഫാമിലിന്റെ ഹെഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും മെയിൻ ഫാമിലിന്റെ ഹെഡായിട്ട് തീരുമാനിക്കാൻ പറ്റും. ഈ മെയിൻ ഫാമിലിന്റെ ഹെഡായിട്ട് ഞാൻ എൻ്റെ അനിയത്തിന്റെ മോനെയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നീയാണ് ഇനി ഇവിടുത്തെ ഹെഡ് എന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിലെ മോതിരം ഓരിയിട്ട് കിന്നിന്റെ അടുത്തേക്ക് കൊടുക്കാണ്. കിന്നത് പോഷയ്ക്ക് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ പോർച്ചയാണെങ്കിൽ ഇപ്പോഴാണ് ഗെയിമൊക്കെ ഒന്ന് നിർത്തിയിട്ട് എണീറ്റ് നോക്കുന്നത്. നോക്കുമ്പോ അവിടെ കുറെ പേര് ചത്ത് കിടക്കുന്നു. അവിടെ മൊത്തത്തിൽ അല്ലങ്കോലായിട്ട് കിടക്കുവാണ്. ഇത് കണ്ടേ ഷോക്കായി നിൽക്കുന്നു. പുറത്ത് കിമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോഴാണ് അവർ എണീറ്റ് പോകുന്നത്. അങ്ങനെ ഈ ഒരു സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അടിപൊളിയായിട്ട് കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ട് ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ബോഡി ആർട്സിന്റെ റെസ്പെക്റ്റോട് കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കാണ്. അവൻ ആദ്യമായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്നതും കാണിക്കുന്നുണ്ട്. ആളിത്ര കോൺഫിഡൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കിന്നിന്റെ അടുത്തേക്കാണ്. പയ്യന്മാരവിടെ പോയിട്ട് ക്യാഷ്വലായിട്ട് കുറച്ചു നേരം സംസാരിച്ച് കിസ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് ഇവിടെ പോർച്ച് തന്നെയാണ് കാണിക്കുന്നത്. ആളിപ്പോഴും സാഡാണ്. ഗിറ്റാർ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് ഒരു റിക്വസ്റ്റ് വരുന്നത്. അക്സെപ്റ്റ് ചെയ്യുന്നു ഇല്ലയോ എന്ന് ചോദിച്ചൊരു ഫോണിലേക്ക് മെസ്സേജും കൂടെ തന്നെ ഒരു വീഡിയോയും. കിമ്മാണത് അയച്ചിട്ടുള്ളത് ഒരു പാട്ടാണ്, പോർച്ചയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട്. കിം അത് ഫീലായിട്ട് പാടുവാണെങ്കിൽ ഇവിടെ പോർച്ച അത് ഫീലായിട്ട് കേട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ പാട്ട് കഴിയുന്ന സമയത്ത് ഇത് പോർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കിം പറയുന്നുണ്ട്. പോർച്ച ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ഡിലീറ്റ് ആക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഫോണിലെ മെസ്സേജ് വരുന്ന സമയത്ത് അത് ഓഫ് ആക്കി വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇരുന്നങ്ങ് കരയുവാണ്. ഇവിടെ കിമ്മാണെങ്കിലും ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടാണുള്ളത്. ഇവിടെ നമ്മുടെ തൻകുൻ, പോഷെ, കിന്ന് പിന്നെ കിന്നിന്റെ ഫ്രണ്ട്സും ഒക്കെ കൂടെ പാർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൻകുൻ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ആരും അങ്ങോട്ടും പോരുത് എന്ന് പറഞ്ഞു. ഞാനും നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് കിന്ന്. ആഹാ, എന്നാ പിന്നെ വാ റെസ്റ്റ് റൂമിൽ പോവാന്ന് പറഞ്ഞ് പോഷയെ പോവാൻ നിൽക്കുന്ന സമയത്ത് അതല്ല, ഒരു ഡ്രിങ്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് കിന്ന്. അങ്ങനെ പോഷയും ഹാപ്പി. അങ്ങനെ നമ്മൾ പിന്നെ നോക്കുമ്പം കിന്ന് ഡ്രിങ്ക്സ് ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പോഷയും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കിന്നത് കൊടുക്കുന്ന സമയത്ത് പേരെന്താണെന്ന് പോഷയെ ചോദിക്കുന്നുണ്ട്. കിന്നിന്റെ ഹൃദയം എന്താണെന്ന് കിന്ന്. ഹാപ്പി ആയിട്ട് പോഷ അത് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കിന്നിന്റെ ഫ്രണ്ട്സ് വരുന്നത്. നിങ്ങൾ എന്ത് സ്വീറ്റ് ആയിട്ടുള്ള കപ്പിളാണ്, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞാൻ ഹാപ്പിയാണെന്ന് ബോട്ടം ഫ്രണ്ട്. ഇവരെങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് തനക്കുന്റെ സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ എന്ന് പറഞ്ഞ് പോളിന്റെ അടുത്തും കണ്ണാടിന്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോസ്റ്റ്യൂം ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് എംബാരസ്ഡ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പം എന്തോന്ന് എംബാരസ്മെന്റ്, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ, നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ എന്ന് പറഞ്ഞ് തൻകുൻ. ബോസ് ഇവിടെ സിഗ്നൽ കുറവാണേ, നമുക്ക് വീട്ടിൽ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് അവന്മാർ നൈസായിട്ട് കോളം കട്ട് ചെയ്തിട്ട് പോകുന്നു. ഇവന്മാർ രണ്ടിനെയും ഞാൻ ഫയർ ചെയ്യാൻ പോവാണ്. പുതിയ ബോഡി അച്ഛനെ സെറ്റ് ആക്കണം. ഇവന്മാര് ശരിയില്ലെന്ന് പറഞ്ഞ് പാവം നമ്മുടെ തൻകുൻ. അവരെ വിട്ടേക്കുന്നേ, അവര് പാവമല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് തൻകുന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവർ ചോദിക്കുന്നുണ്ട് വേഗാസിന്റെ കാര്യം എന്തായെന്ന്. അവന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, പീറ്റിനെ എന്നും വിളിച്ച് ഞാൻ എൻകറേജ് ഒക്കെ ചെയ്യാറുണ്ട് എന്ന് പോഷയും. അങ്ങനെ പിന്നെ നമ്മൾ കാണുമ്പം പോഷയും കിന്നും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. അവിടെ നിന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തൻ്റെ സൈഡ് നിൽക്കുന്നതിന്. ഇനി മുതൽ മെയിൻ ഫാമിലി മൈനർ ഫാമിലി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, നമ്മൾ രണ്ടും ഇപ്പോൾ ഒന്നാണ്, അതുപോലെ അതും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ നിൽക്കുന്നത്. ഞാൻ നിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെയിൻ ഫാമിലീൻ്റെ കൂടെയല്ല മൈനർ ഫാമിലീൻ്റെയും കൂടെയല്ല, ഞാൻ നിൻ്റെ കൂടെയാണെന്ന് പോഷെ.
അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ലവ് യു ഒക്കെ പറഞ്ഞ് നിൽക്കുന്നതും കണ്ടുകൊണ്ട് അവിടെ നമ്മുടെ തൻകുൻ നിൽക്കുന്നുണ്ട്. ആളൊരു ഫോട്ടോയൊക്കെ എടുത്ത് കിന്നിന്റെ അച്ഛന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ തൻകുന് ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഈ ഒരു ഫോട്ടോ കാണുന്ന കിന്നിന്റെ അച്ഛനാണെങ്കിൽ ഒരു വിജയിയാണ് ചരിത്രം കുറിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോർച്ചനെയും കൂട്ടിയിട്ട് അവരുടെ അമ്മേനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മ വന്നിട്ടൊന്നുമില്ല. രണ്ടുപേരും കൂടെ അമ്മേന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പണ്ട് അമ്മ കാണിച്ചു കൊടുത്ത ഒരു ഫീനിക്സിന്റെ ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലെങ്കിലും ഇവര് സംസാരിക്കുന്നുണ്ട്. അമ്മേനെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പോർച്ച പറയുന്നുണ്ട്. അവൻ അമ്മേനെ കുഞ്ഞിലേ കണ്ടതല്ലേ, അമ്മേനെ കണ്ട ഒരു ഓർമ്മ പോലും അവനുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അമ്മേനെ കാണണമെന്ന് അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചതിൽ ഭയങ്കര ഹാപ്പിയാണ്. അമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അമ്മ ഹെസിറ്റേറ്റ് ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ അടുത്ത സീനില് നമ്മുടെ വേഗാസിനെയും പീറ്റിനെയാണ് കാണിക്കുന്നത്. വേഗാസിന്റെ അനിയൻ അവിടെ ഉറങ്ങുവാണ്. അവൻ എണീക്കുമ്പോ വിശക്കുമല്ലോ എന്ന് വിചാരിച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് പീറ്റർ വന്നിട്ടുള്ളത്. നീ എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേന്ന് വേഗാസ്. പിന്നെ ഞാൻ എന്താ ഓടിപ്പോടോന്ന് പീറ്റർ. നീ പോവാണെങ്കിലാ പൊക്കോ, ഞാൻ ഓക്കെയാണ്. നിനക്ക് വെറുതെ ഒരു ശല്യമായിട്ട് ഒരു ഭാരമായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് വേഗാസിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ തീരുമാനിച്ചു എന്ന് പറയുവാണ്. ഭയങ്കര ഇമോഷണലും അതേസമയം ഹാപ്പിയും ആയിട്ടുള്ള ഒരു മൊമെന്റ്. ഈ ഒരു സീൻ കാണുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പാട്ടുണ്ടല്ലോ, തെന്നലിൻ വഴി വന്ന് വീഴുന്നത് ആസയിൽ മനം, ആ പാട്ട് ഓർമ്മ വന്നു. എന്തോ വല്ലാത്തൊരു ഹാപ്പി ഫീലാണ് ഈ ഒരു സീൻ കാണുമ്പം. അങ്ങനെ നമ്മുടെ പയ്യന്മാര് ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ് ചെയ്യുന്ന കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ഒരു സീന് നമ്മുടെ അനിയൻകുട്ടനും കാണുന്നുണ്ട്. അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കിടക്കാണ്. എന്നിട്ട് നൈസായിട്ട് ഇവരെ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്. പീറ്റ് ഷൈ ആവുന്ന കണ്ടിട്ട് ഷൈ ആവുമെന്ന് വേണ്ടെന്ന് പറഞ്ഞ് ചെറുതായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ വേഗാസിന്റെ മടിയിലേക്ക് കിടക്കുവാണ്. വേഗാസ് രണ്ടുപേർക്കും ഓരോരോ കിസ്സും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് കഴിയുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തൻകുൻ്റേതാണ്. എന്തോ മൊത്തത്തില് അടിപൊളിയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് തൻകുൻ. പിന്നെ എനിക്ക് ഏറ്റവും ഹേർട്ടായ ഒരു സീൻ എന്ന് പറയുന്നത് വേഗാസിന് കുറെ വെടി കൊണ്ടിട്ട് വീഴുമല്ലോ, അതാണ്. ആ ഒരു സമയത്ത് പീറ്റ കരയുന്ന ആ ഒരു ഇത്, അതൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാനും കരഞ്ഞു. എനിക്ക് അത്ര വിഷമമായി പോയി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ അത് കിം പോർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ബാറിൽ പോയിട്ട് അടി ഉണ്ടാക്കുമല്ലോ, അതാണ്. അതേപോലെ പീറ്റ മരിച്ചുപോയെന്ന് വിചാരിച്ച് ഈ ഫ്യൂണറൽ പോലെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പീറ്റ് വന്നപ്പം പീറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പോഷ പോലും പേടിച്ചിരിക്കുന്ന ആ ഒരു ടൈമില് തൻകുൻ പോയിട്ട് പീറ്റിനെ കെട്ടിപ്പിടിച്ചല്ലോ, ആ ഒരു സീന് അതൊക്കെ വേറെ ലെവലാണ്. ഇതേപോലെ ഒരുപാട് സീൻസ് ഇതിൽ പൊളിയായിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിവേസ് നിങ്ങൾക്ക് ഇതിൽ പ്രിയപ്പെട്ട ഒരു സീന്, പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ, അങ്ങനെ ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു സീൻ, അങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ. എല്ലാം പറയുവാണെങ്കിൽ കേൾക്കുമ്പോൾ എനിക്കും ഹാപ്പി ആയിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഇങ്ങനെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.